മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കഴിഞ്ഞ രാത്രി മുതൽ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ മത്സരിച്ച് പിഷാരടിയുടെ പിന്നാലെ നടക്കുന്നു. പിഷാരടിയാണെങ്കിൽ എന്നെ തടഞ്ഞോ, എവിടെ ജനാധിപത്യം, അങ്ങനെ തോന്നിയതുപോലെ വിളിച്ചു പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ രാത്രി എന്താണ് നടന്നത് എന്ന് ഓരോ മലയാളിയും തിരിച്ചറിയണം. ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം എടുത്തു പറയാം. സിനിമാ നടനൊക്കെ ആയതുകൊണ്ടും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള് UDF-നെയോ LDF-നെയോ ജയിപ്പിക്കാനാണ് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പാലക്കാട് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനാണ് ജയിക്കാൻ പോകുന്നത്. അപ്പൊ എന്തെങ്കിലും ഒന്ന് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പിഷാരടി രംഗത്തെത്തിയിട്ട് പറയുന്നത് എന്നെ തടഞ്ഞോ, ജനാധിപത്യം എവിടെയോ എന്ന്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? അത് കേരള പൊതുസമൂഹത്തിന് മനസ്സിലാകണമെങ്കിൽ ആ സംഭവം നടക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് മാധ്യമങ്ങളോട് പിഷാരടി പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം. അപ്പൊ മനസ്സിലാവും ഈ കഴിഞ്ഞ രാത്രിയിൽ എന്താണ് പാലക്കാട് നടന്നത് എന്ന്. സംവിധായകൻ രഞ്ജിത്ത് യുവനടിയെ കയറി പിടിച്ചതുമായി ബന്ധപ്പെട്ട് യുവനടി പരാതി കൊടുത്ത് ഈ പറയുന്ന രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ മാധ്യമങ്ങൾ അഭിപ്രായം ചോദിക്കും. എന്താണ് യുവനടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് രഞ്ജിത്തിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോ പിഷാരടി കൊടുത്ത മറുപടിയാ. നിങ്ങളതൊന്ന് കേട്ടോക്കൂ. വ്യക്തിപരമായി ഓരോ വ്യക്തികൾ ചെയ്യുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു ഉത്തരവാദിത്തമോ അതിലൊരു അഭിപ്രായം പറയേണ്ട കാര്യമോ ഒക്കെ നമ്മളെ സംബന്ധിച്ച് എത്ര കണ്ടുണ്ട് എന്ന് എനിക്കറിയില്ല. പോലീസിൽ പരാതി കിട്ടിയൊരു കാര്യം പോലീസ് അതിനു വേണ്ട നടപടികൾ എടുക്കുന്നു. നിങ്ങൾ കേട്ടില്ലേ? കേരള ചരിത്രത്തില് ഒരു രാഷ്ട്രീയ നേതാവും ഇന്നേ വരെ പറയാത്തൊരു മറുപടിയല്ലേ ഈ പിഷാരടി പറയുന്നത്. പീഡിപ്പിക്കുന്നത് വ്യക്തിപരമായ കാര്യം, അത് വ്യക്തിപരമായ കാര്യം എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് പറയാന് എന്നാ ചോദിക്കുന്നത്. അതിലെന്ത് പറയാന് എന്നാ പിഷാരടി ചോദിക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പാട്ടവും കൂത്തും നൃത്തവുമാണ്. പാട്ടും കൂത്തുമാണ് അവിടെ. സിനിമാ മേഖല ഒന്നടങ്കം വന്ന് പാട്ടുകൂത്തുക. പാലക്കാടൻ ജനതയോട് കൃത്യമായിട്ട് പറഞ്ഞതാണ്, പിഷാരടി സിനിമാ മേഖലയിൽ നിന്ന് ഇന്നും ഇറങ്ങിയിട്ട് സാധാരണക്കാരിലേക്ക് എത്തിയിട്ടില്ല എന്ന്. ഒരു സിനിമാക്കാരൻ എന്താണോ മറുപടി പറയാ അതേ മറുപടിയാണ്. ആ രീതിയിലാണ് ഈ പറയുന്ന പിഷാരടി. മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തവരെന്ത് ചെയ്താലും ഞങ്ങൾ ഇടപെടേണ്ട വല്ല ആവശ്യവുമുണ്ടോ? ആ രീതിയിലല്ലേ ചോദ്യം. അല്ല, പിഷാരടി എന്താണ് അവിടെ കാട്ടിക്കൂട്ടുന്നത്? അവിടെ ഒരു സ്ഥാനാർത്ഥിയല്ലേ. അപ്പൊ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ വിഷയത്തിൽ അതൊക്കെ വ്യക്തിപരമായ കാര്യമല്ലേ എന്ന് ഒരു സ്ഥാനാർത്ഥിക്ക്, ഒരു രാഷ്ട്രീയ നേതാവിന് പറയാൻ സാധിക്കും? ഇത് ഓരോ മലയാളി, പാലക്കാട്ടെ ജനത പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാ. ഒരു യുവനടിയെ പീഡിപ്പിച്ച രഞ്ജിത്തിനെ കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത രഞ്ജിത്തിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുമ്പോ രമേശ് പിഷാരടി പറയുന്ന മറുപടിയാ അത് വ്യക്തിപരല്ലേ എന്ന്. ഇയാളൊക്കെ MLA ആയാൽ പാലക്കാട്ടെ ജനത എന്ത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത, ഒരിക്കൽ പോലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വിഷയമാണ് ഈ പീഡനം എന്നൊക്കെ പറയുന്നത്. ആ വിഷയത്തിൽ പിഷാരടി പറയുന്നത് അതൊരു വ്യക്തിപരം. ഈ ശൈലിയായിരിക്കും ഇയാളൊക്കെ MLA ആയത്. ഇതൊക്കെ പാലക്കാട്ടെ ജനത തിരിച്ചറിഞ്ഞു, അമ്മമാര് തിരിച്ചറിഞ്ഞു. അമ്മമാരുടെ പ്രതിഷേധമാ ഈ കഴിഞ്ഞ രാത്രിയിൽ കേരള പൊതുസമൂഹം കണ്ടത്. പ്രതിഷേധിക്കേണ്ടേ? അമ്മമാർക്ക് വേദന ഉണ്ടാവൂലേ? ഏതൊരു സ്ത്രീയും ചാടി ഇറങ്ങി ഇതിനെതിരെ പ്രതിഷേധിക്കില്ലേ? ഇയാളൊന്നും സ്ഥാനാർത്ഥിയാവാൻ പോലും അർഹനല്ല. ഇത് കോൺഗ്രസ്സുകാര് പോലും, ബോധവും വിവരമുള്ള കോൺഗ്രസിന്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ വനിതാ ലീഡേഴ്സ് ഒക്കെ ഒരുപാട് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇതെത്ര നെറികേടാണ്, ഇതെത്ര ഊളത്തരമാണ്, ഇതെത്ര ഓരോ മലയാളിയും. ഇത് വ്യക്തിപരമാണ്. ഈ പീഡിപ്പിച്ചത് വ്യക്തിപരമാണ്. ഒരു രാഷ്ട്രീയ നേതാവ് കേരള ചരിത്രത്തിൽ ഇതുപോലൊരു മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കും. അവിടെ മത്സരിച്ച് ജയിച്ച MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെണ്ണ് കേസ്. അത് കഴിഞ്ഞ് അവിടെ പ്രശോഭ എന്ന് പറയുന്ന കൗൺസിലർ, കോൺഗ്രസിന്റെ കൗൺസിലർ, ഇതേപോലെ പെണ്ണ് കേസ്. ഈ രണ്ട് പെണ്ണ് കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇവരെ പുറത്താക്കി. ഓക്കെ, ഇവരെ കുറിച്ച് ചോദിച്ചാൽ ഒരു അക്ഷരവും ഇല്ല ഈ പറയുന്ന പിഷാരടിക്ക്. ഇനി ഈ രഞ്ജിത്ത് ആരാ? കമ്മ്യൂണിസ്റ്റുകാരൻ. അതായത് കോൺഗ്രസ്സുകാരൻ പീഡിപ്പിച്ചാലും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ പീഡിപ്പിച്ചാലും അതൊക്കെ വ്യക്തിപരമാണ് എന്ന് കാണുമ്പോ
ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് മലയാളികൾ ചിന്തിക്കൂലേ? അവിടെയുള്ള അമ്മമാര് പ്രതിഷേധിക്കൂലേ? ആ പ്രതിഷേധം പോലും, അതായത് ഈ വ്യക്തിപരമാണ് എന്നൊക്കെ പറഞ്ഞ് ഏകദേശം കുളമായിട്ടുണ്ട് ഈ പിഷാരടിയുടെ ഇമേജ് പാലക്കാടൻ ജനതക്കിടയിൽ. ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇരവാദമായിട്ട് ഉളുപ്പില്ലാതെ രംഗത്തിറങ്ങി. അല്ലെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഒറ്റക്കാവുക, 10-15 ആളെ കൂടെ പോയിട്ട് ഒരു സ്ത്രീ പ്രതിഷേധിച്ചതിനെ തടഞ്ഞു എന്നൊക്കെ പറയാൻ പിഷാരടിക്ക് ഒരു ഉളുപ്പില്ലേ? ഇതേ വിഷയത്തില് ശോഭാ സുരേന്ദ്രന്റെ മറുപടി നിങ്ങളൊന്ന് കേൾക്കണോ? ആരാണ് സാധാരണക്കാർക്കൊപ്പം നിലകൊള്ളുക എന്നുള്ളത് ഈ ഒരു മറുപടിയിൽ ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഇത് കേട്ടു. UDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് ബലാത്സംഗം എന്നാണ്. അതിനർത്ഥം ഒരു വ്യക്തിക്ക് സൗകര്യം പോലെ തോന്നുന്നത് പോലെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ എവിടെ വെച്ചും പീഡിപ്പിക്കാം, എവിടെ വെച്ചും ബലാത്സംഗം ചെയ്യാം. ഇത്ര നെറികെട്ട രീതിയിൽ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തെ അപമാനിക്കുന്ന രീതിയിൽ, ഇവിടുത്തെ പെൺകുട്ടികളുടെ അമ്മമാരുടെ സ്വത്വബോധത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പ്രതികരിച്ചിട്ടുണ്ടോ? ആ പ്രതികരണത്തെ തുടർന്ന് അമ്മമാരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതിഷേധമുണ്ടാകും. കേരളം ചർച്ച ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ പീഡന വിഷയമുണ്ടെങ്കിൽ ആ ഇരയോടൊപ്പം നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് വേട്ടക്കാരനോടൊപ്പം ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ഇവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥി? വേട്ടക്കാരന്റെ കൂടെ നിൽക്കുക, വേട്ടക്കാരന് തണലൊരുക്കുന്ന ഷാഫി പറമ്പിലിന്റെ കാര്യം എന്താ ചോദിക്കാത്തത്? എന്താ ആശാനെ, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വല്ല ബന്ധമുണ്ടോ എന്ന് എപ്പോഴെങ്കിലും UDFന്റെ സ്ഥാനാർത്ഥി ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ കേട്ടില്ലേ? ശോഭാ സുരേന്ദ്രൻ സാധാരണക്കാർക്കൊപ്പ, സ്ത്രീകൾക്കൊപ്പ. അതേസമയം പിഷാരടി അവിടെ വേട്ടക്കാർക്കൊപ്പ, ഇരകൾക്കൊപ്പം നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രൻ, വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നത് പിഷാരടി. ഇത് പാലക്കാട്ടെ ജനത കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു. എന്നിട്ട് വലിയ പ്രചരണം, എന്നെ തടഞ്ഞു. ഉളുപ്പില്ല പിഷാരടിക്കോ കൂട്ടർക്കോ? ഒരു പ്രതിഷേധം വന്നിട്ട് അമ്മമാരുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു പ്രതിഷേധത്തെ തടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇരവാദം ഉന്നയിച്ച് 4 വോട്ട് അധികം പിടിക്കാൻ കാട്ടിക്കൂട്ടുന്ന പെടാപ്പാട് സകലരും തിരിച്ചറിഞ്ഞില്ലേ? പിഷാരടി പോലും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. പാലക്കാട്ടെ UDFന് അനുകൂലമായിട്ട് നിന്ന സ്ത്രീകളുടെ വോട്ടൊക്കെ വലിയ രീതിയിൽ UDFിൽ നിന്ന് ചോരുന്നു എന്ന് വെറുതെ പറയുന്നല്ല. ഇവിടെ ഞാൻ ന്യൂസ് 18 വന്നിട്ടുള്ള ഒരു വാർത്തയെ ഇവിടെ കൊടുക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പോലും കൃത്യമായിട്ട് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അവിടെ UDFന് അനുകൂലമായിട്ട് നിന്ന UDFിലെ സ്ത്രീകളുടെ വോട്ട് വലിയ രീതിയിൽ ചോരുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലാണ് ചോരുന്നത് എന്നും കൃത്യമായിട്ട് പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പാലക്കാട്ടെ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാണ്. അതിനുശേഷമാണ് കോൺഗ്രസിന്റെ പ്രക്ഷോഭ എന്ന് പറയുന്ന കൗൺസിലർ, അതിനുശേഷം കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള രഞ്ജിത്തുമായി ബന്ധപ്പെട്ടുള്ള പീഡന വിഷയത്തില് ഒരു കാര്യം ചോദിക്കുമ്പോൾ മാധ്യമങ്ങളോട് പിഷാരടി പറയുന്നത് അത് വ്യക്തിപരമല്ലേ? ഈ ജാതി നെറികേട് പറയോ കേരളത്തിൽ ഏതെങ്കിലും വിവേകമുള്ള ഒരു മനുഷ്യൻ? അപ്പൊ ഇയാളൊക്കെ ഏകദേശം പൊട്ടുമെന്ന് പിഷാരടി തന്നെ തിരിച്ചറിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ഗിമ്മിക്കായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ കണ്ടത് എന്നുള്ളതൊക്കെ മലയാളികൾ തിരിച്ചറിഞ്ഞു. ഇത്രത്തോളം നിരവാദം പിഷാരടി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പിഷാരടി പോലും തിരിച്ചറിഞ്ഞു പാലക്കാട്ടെ സ്ത്രീകള്, അമ്മമാര്, സഹോദരിമാര് പിഷാരടിയൊക്കെ കൈവിട്ടിരിക്കുന്നു. പിഷാരടി വേട്ടക്കാർക്കൊപ്പമാണ്, ശോഭാ സുരേന്ദ്രൻ ഇരകൾക്കൊപ്പം നിൽക്കുന്ന നേതാവാണ്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് വിജയിക്കുമെന്നുള്ളത് വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു.